നെക്സ്റ്റ് എടുക്കാനുള്ളത് നമ്മൾ ഏറ്റവും പോലത്തെ എന്നിട്ട് സംഗതി തന്നെയാണ്. ഒരു ബെഡ്ഷീറ്റും അതുപോലെ പില്ലോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം അതിന് വേണ്ടി ഒരു ചെറിയ കട്ടിലിന് പകരം ഒരു ബോക്സ് വരച്ചു, ചെറിയ ബോക്സ് വരച്ചു. ബെഡിന് എന്ത് ചെയ്യുക, ചാംഫർ ബോക്സ്. നമ്മൾ ചാംഫർ ബോക്സിന് സാധാരണ ഉപയോഗിക്കാറ്. ഫോട്ടോ ഗ്രിഡ് ഓൺ ആക്കിയിട്ട് കറക്റ്റ് ചാംഫർ ബോക്സിന് ഉപയോഗിച്ചു ഇട്ടെടുത്തു. ഇനി ടോപ്പ് വീടിട്ട് ബെഡ്ഷീറ്റിന് പകരം എന്ത് ചെയ്യുക, ഒരു ലൈൻ റെക്റ്റാങ്കിൾ എടുക്കുക. ബെഡ്ഷീറ്റിന് പകരം ഒരു റെക്റ്റാങ്കിൾ, സാധാ 2D റെക്റ്റാങ്കിൾ എടുത്തു. നമുക്ക് എങ്ങനെയാണോ നമുക്ക് 2-3 സൈഡ് തൂങ്ങി നിൽക്കണമെങ്കിൽ ആ സൈസിലുള്ള റെക്റ്റാങ്കിൾ, ഞാൻ 3 സൈഡ് തൂങ്ങി രൂപത്തിൽ റെക്റ്റാങ്കിൾ അടിച്ചു. പേഴ്സ്പെക്റ്റീവ് എടുക്കുക. ഈ റെക്റ്റാങ്കിള് മുകളിലേക്ക് ഉയർത്തി വെക്കുക, ഇങ്ങനെ ഉയർത്തി വെച്ചു. ഇതിനെ പ്ലെയിൻ ആക്കി മാറ്റാൻ വേണ്ടി ഗാർമെന്റ് മേക്കർ ഇട്ട് കൊടുക്കുക. മോഡിഫൈയിൽ വരിക, അതായത് റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ട് മോഡിഫൈഡ് ക്ലിക്ക് ചെയ്യുക. മോഡിഫൈ ലിസ്റ്റിൽ ഗാർമെന്റ് മേക്കർ ജി അടിച്ചാൽ മതി, ഗാർമെന്റ് മേക്കർ ക്ലിക്ക് ചെയ്യുക. ഇനി 3 കൂടി സെലക്ട് ചെയ്യുക. മോഡിഫൈ ലിസ്റ്റിൽ ക്ലോത്ത് സി അടിച്ചാൽ മതി, ക്ലോത്ത്, അതിൽ ക്ലോത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് വന്നിട്ട് ഇത് 2 ബോക്സ് 1 ആണ് കട്ടില്, ചാംഫർ ബോക്സ് 1 പറഞ്ഞാൽ ബെഡാണ്, റെക്റ്റാങ്കിൾ 1 പറഞ്ഞാൽ ബെഡ്ഷീറ്റാണ്. നമുക്ക് റെക്റ്റാങ്കിൾ 1 സെലക്ട് ചെയ്യുക, ഇവിടെ ക്ലോത്ത് എന്നാക്കുക. പ്രീസെറ്റ് പല ടൈപ്പ് ക്ലോത്തുകളുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, പോലെ ഏത് ക്ലോത്താണ് വേണ്ടത് ആ ക്ലോത്ത് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. തൽക്കാലം കോട്ടൺ ഇട്ട് കൊടുക്കും. അതേപോലെ ബാക്കി 2 ഇത് മുകളിൽ നിന്ന് വന്ന് വീഴുക, അതിനെ കൊള്ളീഷൻ ആക്കുക. ഈ കൊള്ളീഷൻ നമ്മൾ കുറച്ച് എമൗണ്ട് കൂട്ടി കൊടുക്കുക, എന്നിട്ട് കറക്റ്റ് കിട്ടുക. ഒരു 6 ഒക്കെ ഇട്ട് കൊടുക്കുക. അതിന് ഓഫ്സെറ്റും കാര്യങ്ങളാണ്. ഓക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം സിമുലേറ്റ് ലോക്കൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമുക്ക് എങ്ങനെയാണ് വേണ്ടത് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമുക്ക് ഏകദേശം ആയി കഴിഞ്ഞാൽ ഇവിടെ സിമുലേറ്റ് ലോക്കൽ ഓഫ് ചെയ്യാം. ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് തിക്നെസ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഷെല്ല് എത്ര കൊടുക്കണമെങ്കിൽ കൊടുക്കുക. ഒരു 0.5 ഒക്കെ ഇട്ട് ചെറിയ തിക്നെസ് ഇട്ട് കൊടുക്കുക. സ്മൂത്ത് ചെയ്യണമെങ്കിൽ ടർബോ സ്മൂത്ത് ഇട്ട് കൊടുക്കുക. ഒന്നുകൂടി എഡ്ജൊക്കെ സ്മൂത്ത് ചെയ്യണമെങ്കിൽ മെഷ് സ്മൂത്ത്. എഡ്ജൊക്കെ സ്മൂത്ത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് മെഷ് സ്മൂത്ത്. എം ക്ലിക്ക് ചെയ്താൽ മതി. ഇതിനെ വീണ്ടും എഡിറ്റബിൾ പോലാക്കി കഴിഞ്ഞിട്ട് ഉണ്ടോ ബെഡ്ഷീറ്റിനൊക്കെ ഉപയോഗിക്കാം. ഇതിൻ്റെ ബെഡ്ഷീറ്റിൻ്റെ ടെക്സ്ചർ മെറ്റീരിയൽസിലൊക്കെ പറയും, ടെക്സ്ചറൊക്കെ അപ്ലൈ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ചെയ്യും. ഇതാണ് ബെഡ്ഷീറ്റ് പറയാനുള്ളത്. ഞാൻ അടുത്തതാണ് പില്ലോ, തലയണ ഇങ്ങനെ ഇറക്കാൻ നോക്കാം. അതിന് ബോക്സ് തന്നെ ഇറക്കേണ്ടത്. സാധാ ബോക്സ് എടുത്തു, ചെറിയ തിക്നെസ് ഇട്ട് കൊടുത്തു. നമ്മളിവിടെ നമുക്ക് എവിടെ വേണ്ട ഇവിടെ കറക്റ്റ് കൊടുന്ന് വെക്കുകയാണ്. നമുക്ക് ഇവിടെ കൊടുന്ന് വെച്ചാൽ ഇവിടെ സൈസ് കുറക്കണമെങ്കിൽ കുറക്കാം. മോഡിഫൈ ക്ലിക്ക് ചെയ്തിട്ട് ലെങ്ത് കുറക്കണമെങ്കിൽ കുറക്കുക, വിഡ്ത്തും കുറക്കണമെങ്കിൽ കൊടുക്കുക. കൊടുത്തു. നമുക്ക് എവിടെ വേണ്ടതൊക്കെ അവിടെ നമുക്ക് ഏകദേശം എവിടെ കൊണ്ടുവെക്കാം. ഇതിന് ഉയർത്തി വെക്കാം. ഹൈറ്റ് വീണ്ടും കുറക്കണമെങ്കിൽ ഹൈറ്റ് കുറക്കുക. ഇതിന് സെഗ്മെന്റ് കൂട്ടി കൊടുക്കുക. അത്യാവശ്യം സെഗ്മെന്റ് ഉണ്ടാവണം, എന്നാൽ വർക്കിംഗ് ആവുള്ളൂ. രണ്ടിനും അത്യാവശ്യം സെഗ്മെന്റ് കൂട്ടി കൊടുക്കുക. ഹൈറ്റ് 2 ഇട്ട് കൊടുത്താൽ മതി, കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി മൊത്തം സെലക്ട് ചെയ്തിട്ട് മോഡിഫൈ ലിസ്റ്റിൽ ക്ലോത്ത് ഇട്ട് കൊടുക്കുക. അതിൽ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് വന്നിട്ട് ബോക്സ് 2 ആണ് നമുക്ക് പില്ലോ ആക്കേണ്ടത്, അത് ക്ലോത്തിനാക്കാം. ഇവിടെ ക്ലോത്ത് മാറ്റേണ്ട ആവശ്യമില്ല. ഇവിടെ ഉണ്ട് പ്രഷർ ഉണ്ടാവും. ഈ പ്രഷർ 25 to 30, 25 to 30 വാല്യൂ കൊടുക്കുക. 25 ഇട്ട് കൊടുക്കുക. ബാക്കി ഇവിടെ 3 ഞാൻ കൺട്രോൾ സെലക്ട് ചെയ്തിട്ട് കൊള്ളീഷൻ ആക്കുക. അതിൽ കൊള്ളീഷൻ മോഡ് മാറ്റേണ്ട ആവശ്യമില്ല, നേരെ ഓക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സിമുലേറ്റ് ലോക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ആയിക്കൊണ്ടിരിക്കും. നമുക്ക് അടിയിൽ ഇങ്ങനെ അടിക്ക് വരുവോളം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ തന്നെ ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഇത് ഓഫ് ചെയ്തു കേട്ടോ. അടിയിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ടോ. ഇപ്പൊ തന്നെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യാം. ഇത് സ്മൂത്ത് ചെയ്യണമെങ്കിൽ മെഷ് സ്മൂത്ത് ഇട്ട് കൊടുത്താൽ മതി. എംഎൽക്ക് മെഷ് സ്മൂത്ത് ഇട്ട് കൊടുക്കണ്ട. പാഡ്സൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്ത് നമുക്ക് അങ്ങനെ വേണ്ട കൊടുത്തിട്ട് ഇവിടെ ചെയ്യാമല്ലോ. ഇതിനെ എഡിറ്റബിൾ പോലെ ആക്കുക. അതായത് ഇപ്പം നമ്മളിങ്ങനെ ഞാൻ ഇതിനെ ഷിഫ്റ്റ് ചെയ്ത് കോപ്പി എടുക്കുകയാണ്. പോക്കറ്റ് കിടന്നാൽ ചിലപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഷേപ്പായി മാറും കേട്ടോ. അങ്ങനെ സംഭവിക്കും. ഇങ്ങനെ ഇല്ലാതിരിക്കാൻ സെലക്ട് ചെയ്തിട്ട് എഡിറ്റബിൾ പോലെ ആക്കി മാറ്റാം. അതിനുശേഷം ഇത് കോപ്പി ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പ്രശ്നങ്ങൾ വരില്ല.
അപ്പം അങ്ങനെ ചെയ്താൽ മതി. ഇതാണ് നമ്മൾ തലയും പില്ലോയിലും പറയാനുള്ളത് ബെഡ്ഷീറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഒബ്ജക്റ്റുകളാണ് ഞാൻ A2Polyൽ ഉദാഹരണം കാണിച്ചു തന്നത്. ഇത് മാത്രമൊന്നുമല്ല, എന്ത് ഒബ്ജക്റ്റ് നമുക്ക് ഈ ടൂൾ ബാർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പല പല ഒബ്ജക്റ്റുകൾ, വാൾഡ്രോബ്, ഓഫീസ് ടേബിള്, അങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ A2Poly വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ആരംഭിക്കാൻ പറ്റും.